ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു, അതേപോലുള്ള മറ്റൊരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി ഫോളോയിങ് ഈസ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വികാസ് ട്രേഡേഴ്സ്. You are required to compute their income for the assessment year 2020-21, taking into account the additional information given below. വികാസ് ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ അവിടെ അവർക്ക് വരുന്ന ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദി അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് താഴെ അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം പ്രോബ്ലം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് രണ്ട് സൈഡാണല്ലോ ഉണ്ടാവുക. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്നു ചില ഡിസലൗഡ് എക്സ്പെൻസസ് ഒക്കെ ശരിക്കും ഇപ്പോൾ ഇത്രയും ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ അറിയേണ്ടതെന്ന് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ തന്നിട്ടുള്ള ഓരോ ഐറ്റവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ ബന്ധപ്പെട്ടതല്ലേ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആ ഇക്വേഷനും അല്ലെങ്കിൽ ആ ഒരു നെറ്റ് പ്രോഫിറ്റും കൂടെ 4 കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഒന്നും പഠിക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാണോ തന്നിട്ടുള്ള ഐറ്റംസിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് ഇൻകമായിട്ട് എടുക്കാണ്ടാത്തത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് എന്നത് സാലറീസ് ആൻഡ് വേജസ് ആണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ നമ്മൾ ബിസിനസ് ഇൻകമാണ് കാണുന്നത്. നമ്മൾ ആദ്യം എന്തെടുക്കണം? നെറ്റ് പ്രോഫിറ്റ് എടുക്കണം അല്ലേ. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഡിസലൗഡ് എക്സ്പെൻസ് ഒക്കെ കൂട്ടി അതിൽ നിന്ന് ഡിസലൗഡ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് നോക്കുകയാണ്. സാലറീസ് ആൻഡ് വേജസ്. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ്സിനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അല്ലേ, അപ്പോൾ അത് അലവബിൾ ആണ്. അടുത്തത് പ്രൊപ്രൈറ്റേഴ്സ് സാലറി. പ്രൊപ്രൈറ്റേഴ്സ് സാലറി അലവബിൾ ആണോ ഡിസലവബിൾ ആണോ? നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഒരു 9 ഐറ്റം എഴുതിയിട്ടുണ്ട് ഇല്ലേ. അതിൽ ആദ്യത്തെ ഐറ്റമാണെന്ന് തോന്നുന്നുണ്ട് പ്രൊപ്രൈറ്റേഴ്സ് സാലറി. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ അയാളുടെ പേരിലേക്ക് സാലറി എഴുതിയെടുക്കുക. അപ്പോൾ അത് ഡിസലൗഡ് ആണ്, അത് നമുക്ക് അനുവദിക്കാൻ പറ്റാത്തതാണ്. 20,000 രൂപ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനിയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നമ്മൾ പറഞ്ഞു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, അപ്പോൾ അത് നമുക്ക് ഇവിടെ ആവശ്യമുള്ളതാണ്, എടുക്കണം. അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ഒരു ബിസിനസ് ആകുമ്പോൾ അവർ പരസ്യം കൊടുക്കേണ്ടിയൊക്കെ വരും അല്ലേ, അതുകൊണ്ടത് അലോബിൾ ആണ്, അത് പ്രശ്നമല്ല. അടുത്തത് ഫയർ ഇൻഷുറൻസ് പ്രീമിയം. നമ്മളെ സ്ഥാപനത്തിന് കത്തി നശിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫയർ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ വർഷവും എന്ത് ചെയ്യേണ്ടി വരും? പ്രീമിയം അടക്കേണ്ടി വരും. അങ്ങനെ അടച്ച എമൗണ്ട് അലോവബിൾ ആണ്. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ ഹൗസ് എന്ന് പറഞ്ഞാലോ, ബ്രാക്കറ്റിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഡിസലൗഡ് ആവും. ഓക്കെ, മറ്റൊന്ന് ജനറൽ എക്സ്പെൻസസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റു വക ചെലവുകളാണ് 14,000 രൂപ. അടുത്തത് ബാഡറ്റ്, കിട്ടാക്കടം. ബാഡറ്റ് നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് എപ്പോഴും കാണിക്കാറുള്ളത്. പൈസ തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുന്ന പൈസ കിട്ടാക്കടമാണ്, എക്സ്പെൻസ് ആണ്, അത് അലവബിൾ ആണ്, അലവബിൾ എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്നായിരുന്നുവെങ്കിൽ അത് ഡിസലവബിൾ ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നാണെങ്കിൽ അത് ഡിസലവബിൾ ആണ്. അടുത്തത് ഡൊണേഷൻ. ഡൊണേഷൻ ഡിസലവബിൾ ആണ്. നമ്മൾ പറഞ്ഞ ഡിസലൗഡ് എക്സ്പെൻസിൽ എണ്ണി പറഞ്ഞിരുന്ന ഒന്നാണ് ഡൊണേഷൻ. ഇനിയോ ഡിപ്രീസിയേഷൻ അലവബിൾ ആണ് അല്ലേ. ഇവിടെ നമുക്ക് അസെറ്റ് അല്ല തന്നത്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് തന്നെ തന്നിക്കാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. അടുത്തത് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഡിസലവബിൾ ആണ്, നമ്മൾ അന്ന് എഴുതി വെച്ചതാണ്. അഡ്വാൻസ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് തന്നെ ഡിസലവബിൾ ആകുമ്പോൾ പിന്നെ അഡ്വാൻസ് കൊടുത്ത് എന്തായിരിക്കും? ഡിസലവബിൾ ആയിരിക്കും. അതൊന്നും അലവ് ചെയ്യാൻ പറ്റാത്തതാണ്. കാർ എക്സ്പെൻസസ്.
കാർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കാർ എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബിസിനസ്സിനായിട്ട് ഒഫീഷ്യൽ പർപ്പസിനായിട്ട് ട്രീറ്റ് ചെയ്യാം, പ്രശ്നമല്ല. അത് അലോവബിൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തതോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന് പ്രൊവിഷൻ വെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ബാഡ് ഡെപ്റ്റ് കുഴപ്പമില്ല, പക്ഷേ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആണ്. അപ്പോൾ ഇത് ഡിസലൗഡ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ ഡിസലൗഡ് ഏതൊക്കെയുള്ളത്? പ്രൊപ്രൈറ്റേഴ്സ് സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഡൊണേഷൻ ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അഡ്വാൻസ് ഇൻകം ടാക്സ് ഉണ്ട്, പിന്നെയോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലുള്ള ഓരോ കാര്യങ്ങൾ നോക്കാം. ആദ്യം ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് നമ്മൾ പറഞ്ഞു 2 തരത്തിൽ അത് കുറക്കാം അല്ലേ? 2 കേസ് പ്രകാരം കുറക്കാം. 1 ഡിവിഡൻറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റ് ആണ്. 2 ഡിവിഡൻറ്റ് ഏത് ഹെഡിൽ വരുന്നതാണ്? ലാസ്റ്റ് നമ്മൾ ചാപ്റ്റർ പഠിക്കാനുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ് ഡിവിഡൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് ഡിസലൗഡ് ഇൻകം ആണ്, ഇതിവിടെ അനുവദിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്കിതിവിടെ എടുക്കണം. അടുത്തത് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് മാത്രം തന്നാൽ അത് ഡിസലൗഡായിട്ട് കണക്കാക്കണം. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് മാത്രം തന്നാൽ കിട്ടാക്കടാണ്, അത് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് ഡിസലൗഡായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലത്തിൽ കഴിഞ്ഞതിൽ ചെയ്ത പ്രോബ്ലത്തിൽ അലൗഡ് ഇയർലിയർ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിരുന്നു. അലൗഡ് ഇയർലിയർ എന്ന് പറഞ്ഞാൽ അത് അലവബിൾ ആണ്. എന്നാൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസലവബിൾ ആണ്, ഇത് എടുക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇപ്പോൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് മാത്രമാണെങ്കിൽ അത് ഡിസലൗഡ് ആണ്. എന്നാൽ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ അലൗഡ് ഇയർലിയർ എന്നൊക്കെ പറഞ്ഞാൽ അത് അലൗഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അടുത്തായിട്ട് നോക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ചാർജ് ചെയ്യുന്ന ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഡിസലൗഡ് ആണ്. ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഡിസലൗഡ് ആണ്. അടുത്തതോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ. ഒരു കാർ വിറ്റപ്പോൾ ലാഭം കിട്ടിയെന്ന് പറഞ്ഞു. കാർ വിൽക്കുമ്പോൾ ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അല്ലല്ലോ. കാരണം അത് ഫിക്സഡ് അസറ്റ് അല്ലേ ഈ കാർ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്തിൽ ഉൾപ്പെടുത്തൂല? ബിസിനസ് ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതെന്തിൽ ഉൾപ്പെടുത്തണം? പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിനി അടുത്ത ഹെഡ് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡ്. ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ് അങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം ചാർജ് ചെയ്യുന്ന ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ. അതിൽ വരുന്നതാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ ഏത് ഹെഡിൽ വരുന്നതാണ്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇത് ഡിസലൗഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതിവിടെ ഉൾപ്പെടുത്താൻ പാടില്ല, ബിസിനസ്സിലെ ഇൻകം ആയിട്ട് എടുക്കാൻ പാടില്ല എന്നർത്ഥം. അടുത്തത് ഗിഫ്റ്റ് ഓൺ ഒക്കേഷൻ ഓഫ് സൺസ് മാരേജ്. ഗിഫ്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ബിസിനസ്സിന് കിട്ടിയ ഗിഫ്റ്റായിട്ട് അത് ഇൻകം ആയിട്ട് എടുക്കാമായിരുന്നു അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയെന്നുണ്ട് ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. ഗിഫ്റ്റ് ഓൺ ദി ഒക്കേഷൻ ഓഫ് സൺസ് മാരേജ്. ഈ ചങ്ങായിൻ്റെ ആരാണ്? വികാസ് ട്രേഡേഴ്സിൻ്റെ മുതലാളിൻ്റെ മകൻ്റെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ്. അത് ബിസിനസ്സിലെ ഇൻകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ ഇൻകം അല്ലല്ലോ, അത് പേഴ്സണൽ അല്ലേ. അതുകൊണ്ട് അത് ഡിസലൗഡ് ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പറഞ്ഞത്? എടുക്കേണ്ട ഐറ്റംസ് ഡിവിഡൻറ്റ് എടുക്കണം, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എടുക്കണം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ എടുക്കണം, ഗിഫ്റ്റ് ഓൺ ദി ഒക്കേഷൻ ഓഫ് സൺസ് മാരേജ്. ഇതെല്ലാം ഡിസലൗഡ്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ കുറയ്ക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, ഇനി തീർന്നിട്ടില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചില കാര്യം കൂടി പറയുന്നുണ്ട്. അതും കൂടി എടുത്ത് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം ഏതൊക്കെയാണെന്ന്. ജനറൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ്. അതായത് ഇവിടെ ജനറൽ എക്സ്പെൻസ് ഇല്ലേ 14,000 രൂപ ജനറൽ എക്സ്പെൻസ്. ആ ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ്
₹5,000 പെയ്ഡ് ആസ് കോമ്പൻസേഷൻ ടു ആൻ എംപ്ലോയി who have to remove from സർവീസ്. എന്താണ്? ഒരു എംപ്ലോയിനെ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഒരു ₹5,000 കോമ്പൻസേഷൻ കൊടുത്തു. പിരിച്ചുവിടല്ലേ, ഒരു ₹5,000 കോമ്പൻസേഷൻ കൊടുത്തു. ഈ ₹5,000 കൂടി ഇൻക്ലൂഡാണ് ഏത്? ഈ ജനറൽ എക്സ്പെൻസസ് 14,000. അപ്പോൾ ശരിക്കും ജനറൽ എക്സ്പെൻസ് 9,000 ഉണ്ടാവുള്ളൂ അല്ലേ? ₹5,000 ആരതാണ്? എന്തിനു വേണ്ടി ചിലവായതാണ്? ഈ തൊഴിലാളിനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തൊഴിലാളിനെ പറഞ്ഞേക്കുന്നതും തൊഴിലാളിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതും ഒക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് തന്നെയല്ലേ, അല്ലാതെ അത് പേഴ്സണലായിട്ട് വന്നതല്ലല്ലോ. ബിസിനസ് നടത്തിയതുകൊണ്ടല്ലേ അയാൾക്ക് 5,000 കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത് അലവബിളാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. അത് അങ്ങനെ ഒന്നും ഉണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, വക വെക്കണ്ട. അടുത്ത് നോക്ക്. ആൻഡ് ₹6,600 as contribution paid to the government for laying electric cables for the company's plant. കമ്പനീസ് പ്ലാന്റിന് വേണ്ടിയിട്ട്, അതായത് ഈ 14,000 രൂപയിൽ ₹5,000 എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയിനെ പിരിച്ചു വിട്ടപ്പോൾ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കാനാണ്. അതോടൊപ്പം തന്നെ അതിലുള്ള ഒരു ₹6,600 ഇലക്ട്രിക് കേബിൾ വലിക്കാൻ വേണ്ടി കമ്പനിയുടെ ഇലക്ട്രിക് കേബിൾ വലിക്കാൻ വേണ്ടി കൊടുത്ത ചിലവാണെന്ന് പറഞ്ഞത്. അതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ തന്നെയാണ് ജനറൽ എക്സ്പെൻസസ്. കമ്പനിയുടെ ഇലക്ട്രിക് കേബിൾ വലിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റിക്ക്. അപ്പോൾ അതൊരു എക്സ്പെൻസ് അല്ലേ, ബിസിനസ് എക്സ്പെൻസ് അല്ലേ. അതുകൊണ്ട് അത് ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് നമ്മളിവിടെ പരിഗണിക്കേ വേണ്ട. ഓക്കെ, അടുത്ത് നോക്കാം. ഡിപ്രീസിയേഷൻ ആസ് റിഗാർഡ്സ് റെലവൻറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ് അണ്ടർ ആക്ട് ₹7,000. ബ്ലോക്ക് ഓഫ് അസറ്റിൽ ഈ ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ പഠിച്ചിരുന്നില്ലേ, അങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ₹7,000 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡിപ്രീസിയേഷൻക്ക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ നോക്കണം. എത്രയുണ്ട് ഇവിടെ? ₹10,000 ഉണ്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ₹7,000 ഉള്ളൂ, ₹7,000 ഉള്ളൂ. പക്ഷേ ഇവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എഴുതിയിട്ടുണ്ട്? 10,000 എഴുതിയിട്ടുണ്ട്. അതായത് ₹3,000 അധികം എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആഡ് ചെയ്യാൻ, ഡിസലൗഡ് എക്സ്പെൻസിൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അലോ ചെയ്തതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ആ ഫോർമാറ്റ് പറഞ്ഞ സമയത്ത്. അപ്പോൾ ഇവിടെ ₹7,000 ഡിപ്രീസിയേഷൻ എഴുതാൻ പാടുള്ളൂ. ഇവിടെ എത്ര എഴുതിയിട്ടുണ്ട്? 10,000 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ₹3,000 ഉണ്ടല്ലോ, അധികം എഴുതി ₹3,000, അത് ഡിസലൗഡ് ആണ്. അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ₹7,000 ഉള്ളൂ, 10,000 എഴുതി, അപ്പോൾ ₹3,000 ഡിസലൗഡ് ആണ്. അടുത്തത്, കാർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 1,000 മെൻറ്റ് ഫോർ പേഴ്സണൽ യൂസ്. കാർ എക്സ്പെൻസസ് ഇവിടെ ₹4,000 കാർ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ₹4,000 കാർ എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, വെറും കാർ എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മോടിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ്, ഈ കാർ എക്സ്പെൻസ് 4,000 ഉണ്ടല്ലോ, ആ 4,000-ൽ ₹1,000 പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് കൊണ്ട് 4,000 എഴുതാൻ പാടുണ്ടോ? ഇല്ല, മൊത്തം ₹4,000 എക്സ്പെൻസ്, അതിൽ ₹1,000 പേഴ്സണലാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എത്ര എഴുതാൻ പാടുള്ളായിരുന്നു? ₹3,000 എഴുതാൻ പാടുള്ളായിരുന്നു. പക്ഷെ ഇവരെത്ര എഴുതി? 4,000 എഴുതി. അപ്പോൾ ₹1,000 എന്താണ്? ഡിസലൗഡാണ്, കാരണം പേഴ്സണൽ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ബാഡ് ഡെറ്റ് റിക്കവേർഡ് നൗ ഹാഡ് നോട്ട് അലൗഡ് ഇയർലിയർ. ബാഡ് ഡെറ്റ് ഇയർലിയർ അലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞാലും ഒക്കെ എടുക്കേണ്ടത് എന്താണ്? പറഞ്ഞാൽ മാത്രം നമ്മൾ അലൗഡ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അത് അലൗഡായിട്ട് ട്രീറ്റ് ചെയ്യുക. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അലോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അലോ ചെയ്യാത്തതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക, അതായത് ഡിസലൗഡായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളതിൻ്റെ പ്രോബ്ലം ചെയ്യാണ്. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം പ്രോഫിറ്റ് എടുത്തു 1,04,600. എന്നിട്ട് ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ്, പ്രൊപ്പറേറ്റേഴ്സ് സാലറി,
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എക്സസ് ഡിപ്രീസിയേഷൻ. ഏതാണ് എക്സസ് ഡിപ്രീസിയേഷൻ? ഇൻകം ടാക്സ് പ്രകാരം 7,000 രൂപയെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്? 10,000 ഉണ്ട്. ആ 3,000 ആണ് ഇവിടെ എക്സസ് ഡിപ്രീസിയേഷൻ. അടുത്തത് ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അഡ്വാൻസ് ഇൻകം ടാക്സ്, ഡൊണേഷന്, കാർ എക്സ്പെൻസസ്. കാർ എക്സ്പെൻസ് എന്താണ്? 1,000 രൂപ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ്മെൻറ്റിൽ 1000 കൂട്ടി, ഈ 1,04,600 കൂട്ടിയപ്പോൾ 1,55,600 കിട്ടി. എന്നിട്ട് നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ കുറക്കാണ്ടല്ലേ. ഏതൊക്കെയാണ് കുറക്കാനുള്ളത്? ഡിവിഡൻറ്റ് കുറക്കണം, ബാഡ് ഡെറ്റ് റിക്കവേർഡ് കുറക്കണം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കുറക്കണം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ കുറക്കണം, ഗിഫ്റ്റും കുറക്കണം. ആ 5 കാര്യങ്ങൾ നേരെ ലെസ് ചെയ്താൽ മതി. ഇതിൽ കൊടുത്ത പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നോക്കിക്കോ, ലെസ് ബാഡ് ഡെറ്റ് റിക്കവേർഡ് ആദ്യം കുറച്ചു, ഗിഫ്റ്റ് റിസീവ്ഡ് രണ്ടാമതും കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 1,55,000 നിന്ന് 20,000 കുറച്ച് 1,35,600 എഴുതി. എന്നിട്ട് അതർ സോഴ്സസ്, അതായത് അതർ ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ പറഞ്ഞു കാറ് വിൽക്കുന്നത് ക്യാപിറ്റൽ ഗെയിനിലാണ് ഉൾപ്പെടുത്തുക, അത് വേറെ എഴുതി 30,000 രൂപ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 7,000 രൂപ എഴുതി, ഡിവിഡൻറ്റ് 7,000 രൂപ എഴുതി. ആ മൊത്തം കൂടി 44,000 രൂപ കൂടി കുറച്ചു. പിന്നെ ആവശ്യമൊന്നുമില്ല. ശരിക്കും എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 10,000 നമ്മളിവിടെ പറഞ്ഞ 5 കാര്യങ്ങളല്ലേ ഇവിടെ ഉള്ളത് അല്ലേ? ഡിവിഡൻറ്റ് ഉണ്ട്, ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ ഉണ്ട്, ഇത് ഈ ഗിഫ്റ്റ് ഉണ്ട്. അത് 5 കുറച്ചാൽ മതി. കൂടുതൽ കോംപ്ലിക്കേഷൻ ആവേണ്ട ആവശ്യമില്ല. 5 കുറച്ച് നമുക്ക് എന്തിനും എമൗണ്ടിന് കിട്ടുക? ഈ 93,600 എന്ന് തന്നെ കിട്ടുക. ഓക്കെ. എന്നിട്ട് ഇവിടെ നോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. കോമ്പൻസേഷൻ പെയ്ഡ് ഫോർ റിമൂവൽ ഓഫ് എംപ്ലോയീസ് അലൗഡ് ആസ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ആ എംപ്ലോയി റിമൂവ് ചെയ്തപ്പോൾ അയാൾക്ക് 5,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് അലൗബിൾ എക്സ്പെൻസ് ആണ്. പിന്നെ ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ഇൻക്ലൂഡിങ് ദി പ്രോഫിറ്റ് ഓൺലി ഇഫ് ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് സെയിം ആൾറെഡി ഏർലിയർ. നേരത്തെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പോൾ കുറക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ, അത് ലിങ്കായി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, അലോ ചെയ്തിട്ടില്ല. അടുത്തത് ഗിഫ്റ്റ് ആർ നോട്ട് ബിസിനസ് ഇൻകം. ഈ മകൻ്റെ കല്യാണത്തിനിട്ട് ഗിഫ്റ്റ് ബിസിനസ് ഇൻകം അല്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ലാസ്റ്റ് നോട്ടായിട്ട് എഴുതി വെക്കണം. പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ 2 പ്രോബ്ലമൊക്കെ ഒരു ദിവസം ചെയ്യണം. എന്നാലും നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ കുറച്ച് നോട്ട് അധികം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? സഹകരിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.